നമുക്കിങ്ങനെ എളുപ്പത്തിൽ പുതുതായിട്ട് ഇപ്പോൾ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതേപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമുക്കിങ്ങനെ നമ്മുടെ ഗൂഗിൾ പേയിലകത്ത് ആഡ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ മൊബൈലിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഗൂഗിൾ പേ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാനിവിടെ വീഡിയോക്ക് താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഓപ്പണിംഗ് റിവാർഡായിട്ട് ചെറിയൊരു എമൗണ്ട് നൽകുന്നതാണ്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു റെഫറൽ കോഡ് പറയും കുറച്ച് കഴിഞ്ഞിട്ട്. ആ കോഡ് കൂടി കൃത്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ഒരാൾക്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇത്തരത്തിലൊരു ഇൻ്റർഫേസാണ് കാണാനായിട്ട് കഴിയുക. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. പിന്നീട് നമ്മൾ ഇത്തരത്തിലുള്ള ഏരിയയിലോട്ടാണ് എത്തുക. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ചൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇനേബിൾ ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ താഴെയുള്ള ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. അതല്ല നമ്മൾ വേറെ അക്കൗണ്ടാണ് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഏറോയിൽ ടാപ്പ് ചെയ്ത് നമ്മൾ മൊബൈലിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് കാണാം. അതിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. ശേഷം നമ്മൾ ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ മുമ്പ് എൻ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു 6 OTP നമ്പർ വന്നിട്ടുണ്ടാവും. ആ വന്നിട്ടുള്ള OTP ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഗൂഗിൾ പേയുടെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു നമുക്കിവിടെ ഓപ്പണിംഗ് റിവാർഡ് ലഭിക്കാനായിട്ട് ഒരു റെഫറൽ കോഡ് ആഡ് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഹോം പേജിൽ റൈറ്റ് ടോപ്പിലൊരു പ്രൊഫൈൽ ഐക്കൺ കാണാം. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഫൈൽ പേജിലെത്തുക. അപ്പോൾ ഈ പ്രൊഫൈൽ പേജിൽ നമുക്ക് റൈറ്റ് ടോപ്പിൽ ഒരു 3 ഡോട്ട്സ് കാണാനായിട്ട് കഴിയും. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ റെഫറൽ കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ എൻ്റർ റെഫറൽ കോഡ് എന്നുള്ളൊരു ബോക്സ് കാണാനായിട്ട് കഴിയും. അവിടെ കൃത്യമായിട്ട് നമ്മുടെ റെഫറൽ കോഡ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ റെഫറൽ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അപ്ലൈ കോഡ് എന്നുള്ള ഏരിയയിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പ്രൊഫൈൽ പേജിൽ കൃത്യമായിട്ട് തന്നെ ഇവിടെ ആദ്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ഫസ്റ്റിൽ അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പേജിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ നമ്മളിവിടെ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ബാങ്ക് ഏതാണോ എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക ആ ബാങ്കിൻ്റെ നെയിമിൽ. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ വരും. അപ്പോൾ ഇതിൽ നമ്മൾ താഴെയുള്ള ബ്ലൂ കളറിലുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ കൃത്യമായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇത്തരത്തിൽ ഫോൺ കോൾസിൻ്റെയും മെസ്സേജിൻ്റെയും ചില പെർമിഷൻസ് ഇവിടെ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് അലോ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും ഇവിടെ വെരിഫൈ ചെയ്യുന്നത് ബാങ്ക്, സെൻഡിങ് SMS എന്ന് കാണാം. അതിന് ശേഷം വെരിഫൈയിങ് മൊബൈൽ നമ്പർ എന്ന് കാണാം. അതിനുശേഷം ഫൈൻഡിങ് ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ കാണാനായിട്ട് കഴിയും. അതൊക്കെ വെരിഫിക്കേഷൻ്റെ ഭാഗമാണ്, നിങ്ങൾ കാര്യമാക്കണ്ട, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് ഇത്തരത്തിലൊരു പേജിലായിട്ട് വെരിഫൈ യുവർ അക്കൗണ്ട് എന്ന് കാണാം. അതായത് നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ. ഇനി അടുത്തതായിട്ട് നമ്മൾ താഴെയുള്ള സ്റ്റാർട്ട് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ ATM കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട പേജിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ബോക്സിൽ ATM കാർഡിൻ്റെ അവസാനത്തെ 6 നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയുള്ള ബോക്സിൽ നമ്മുടെ ATM കാർഡിൻ്റെ എക്സ്പയർ മന്തും ഇയറും കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഈ എക്സ്പയർ മന്തും ഇയറും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ATM കാർഡിൻ്റെ മുകളിൽ കാണാനായിട്ട് കഴിയുന്നതാണ്. അത് നോക്കിയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇത്തരത്തിലുള്ളൊരു പേജിലെത്തും. അപ്പോൾ ഈ പേജിലാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ UPI പിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ UPI പിൻ എന്താണെന്ന് ഞാനിവിടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ പേയിൽ അക്കൗണ്ട് ആഡ് ചെയ്ത് അതിനുശേഷം എന്ത് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അതേപോലെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ പോലും നമുക്കൊരു സെക്യൂരിറ്റി പിന്ന് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ പിന്നിൻ്റെ പേരാണ് UPI പിൻ എന്നുള്ളത് എന്ന് നിങ്ങളിപ്പോൾ താൽക്കാലികമായിട്ട് മനസ്സിലാക്കുക. എനിക്കിപ്പോൾ സമയത്തിൻ്റെ പരിമിതിയുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അത് നിങ്ങൾ പിന്നീട് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മളിവിടെ UPI പിൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ ക്രിയേറ്റ് പിൻ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഇത്തരത്തിലൊരു മെസ്സേജ് ഇവിടെ മൂവ് ആവും, ഗ്യാതറിങ് ഇൻഫർമേഷൻ ഫ്രം UPI എന്നുള്ളത്. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇത്തരത്തിൽ ഒരു OTP എൻ്റർ ചെയ്യാനായിട്ട് പറയും. നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു 6 OTP ബാങ്ക് അയക്കും. അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷമാണ് നമ്മുടെ UPI പിന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന സെക്യൂർഡ് ആയിട്ടുള്ള ഒരു 6 പിൻ നമ്പർ തന്നെ നിങ്ങളിവിടെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ള പിൻ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ട് താഴെയുള്ള ടിക്കിൽ എന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് ഒരു തവണ കൂടി ആ സെയിം പിൻ നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ടിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ആഡിങ് ബാങ്ക് അക്കൗണ്ട് എന്നൊരു മെസ്സേജ് ഇവിടെ പാസ്സാവും. അതിനുശേഷം കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ആകുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അതിനുശേഷം നമ്മളിവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ളൊരു ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ UPI പിന്ന് നമ്മുടെ ഗൂഗിൾ പേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ലിങ്ക് ആവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഒരു മെസ്സേജ് വന്നതായിട്ട് കാണാം. ജസ്റ്റ് നമ്മൾ ആ ഗോട്ട് ഇറ്റ് എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്യുന്നതോടെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഹോം പേജിലോട്ട് എത്തും. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്കിത് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസസും ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക.